ബജാർ ചുറ്റാൻ കഴിയാ, ആണുങ്ങളെ പോലെ നാട് നീങ്ങാൻ കഴിയാ. അപ്പൊ കുറച്ച് കൺട്രോളിൽ വേണോ. അതിന്റെ അർത്ഥം പോകണ്ടെന്നല്ല, ഉണ്ടെന്നല്ല, വേണോ. പക്ഷെ ആണുങ്ങളെ പോലെ പെണ്ണാണ്, കുറച്ച് ലജ്ജ അവർക്ക് വേണോ. അൽ ഹയാഉ ഖൈറുൻ കുല്ലുഹു. ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാം, ലജ്ജ മുഴുവനും ഖൈറാണ്. നാണം എത്രയുണ്ടോ അത്ര കണ്ട് ഖൈറുണ്ട്. ചങ്കി എത്രയുണ്ടോ അത്ര കണ്ട് ഖൈറുണ്ട്. ഒരാൾക്ക് അയാൾ ഭയങ്കര മുണ്ടാട്ടല്ലോ, ഭയങ്കര കുറച്ച് ഇങ്ങനെ നോക്കിയാല, ഇങ്ങനെ നോക്കി മുണ്ടുന്നില്ല. ചില പെണ്ണുങ്ങൾ ചങ്കിച്ചിട്ട് കുറച്ച് മുണ്ടാട്ടലും കുറച്ചോ എന്നെ മുണ്ടുന്ന എന്നെ മെല്ലെ അല്ലേ. സത്യത്തിൽ അതാണ് പെണ്ണ്, അവളിലാണ് ഖൈറ്. ഞമ്മക്കതാ ഖൈറ്. ഞമ്മ മാർക്കറ്റിലുണ്ട് അമ്മായി ഇതുവരക്കാൻ പൈസ അറിഞ്ഞ അമ്മായി മുന്ന് എന്താ കിടാവാ, എന്താ ഉമ്മ വേണോ, ബീച്ചോ പോ, എന്താ അർജന്റുണ്ട് പോന്നില്ലെങ്കിൽ അവിടെ ഇരിക്കും. എന്തും മുണ്ടുന്നില്ല, ഓ ബായ് തുറക്കുന്നേ ഇല്ല, ഓ ചങ്കിന്റെ മാലി, ചങ്കിന്റെ മുദ്ദ എന്നെല്ലാം പറയലുണ്ട് ചിലർക്ക്. സത്യം പറയട്ടത് ഖൈറ, അവളാണ് സത്യത്തിൽ പെണ്ണ്. ഞമ്മളമ്മായി ഇതുവരെ പൈസ അതിലിട മുദ്ദിട്ട് മതി ഇതിലറിഞ്ഞ വലിയമ്മേര് മോമോസ് ഇല്ല. വലിയന്റെ ഓക്ക് ഭയങ്കര മുണ്ടാണോ. ഇപ്പൊ ചെറിയോനും മങ്ങല ഇനി കഴിഞ്ഞ മാസം വെറും പൊത്തിന്ന് പുസ്തകം കാര്യമാക്കി ഇതുവരെക്കണോ ആ മുണ്ട വേണ്ടിയിട്ട്. ഞമ്മളെ ദുവാങ്ങാനും അല്ല സ്വീകരിച്ചു ആ മുണ്ട തുടങ്ങിയ അമ്മയ്ക്ക് പറഞ്ഞില്ല. സത്യത്തിൽ 786 കൊടുത്തിട്ട് ദ്വാരിപ്പിക്കേണ്ടി എന്തറിഞ്ഞാ അതല്ലേ ഇരിക്കട്ടെ അല്ലേ. ഞാൻ ചിരിക്കാൻ പറയുന്നതല്ല, സത്യത്തിൽ അല്ലെങ്കിലും നാവിന് കൺട്രോൾ അതൊരു തൗഫീഖാ. ഈ നാവിന് ബെല്ലും ബ്രേക്കും ഇല്ലേ, അവൻ പോയി ഹലാക്കായി. നിന്റെ ഇബാദത്ത് പൊളിഞ്ഞു പോകാൻ, നിന്റെ ഹജ്ജ് ബാത്തിലായി പോകാൻ, നീ കൊടുത്ത സദക്ക നിഷ്ഫലമാകാൻ, നീ കെട്ടിക്കൊടുത്ത മിനാരത്തിന്റെ കൂലി അല്ലാഹു തരാതിരിക്കാൻ നിന്റെ നാവ് മതി. ഖാല റസൂലുള്ളാഹി അംസിക് ലിസാനക്. മുസ്തഫായ നബിയോട് വന്നിട്ട് സഹാബി പറഞ്ഞു, പൊന്നാര നബിയേ, നന്നാകണം നബിയേ, എനിക്ക് സ്വർഗത്തിൽ കിടക്കണോ, അള്ളാനെ കാണണോ, നിങ്ങളോടൊപ്പം ചേരണോ, ഞാനെന്ത് വേണമെന്ന് ചോദിച്ചപ്പോ മുസ്തഫായ റസൂലുള്ളാഹി പറഞ്ഞു കൊടുത്ത മറുപടി, അംസിക് ലിസാനക്, നീ നിന്റെ നാവിനെ നിയന്ത്രിച്ചോ, നാവിനെ കൺട്രോൾ വെച്ചോ. നാവാണെല്ലാത്തിന്റെയും മർമ്മോ. ഹബീബായ റസൂലുള്ളാഹി പറഞ്ഞു, ഇദാ നുസിയൽ ഹയാഉ മിനൽ മർഹതി, ഒരു പെണ്ണിൽ നിന്നിട്ട് ലജ്ജ ചങ്കി എന്നതില്ലാണ്ടായി പോയാൽ, ഒരു പെണ്ണിന് നാണമില്ല ചങ്കിയില്ല എന്നായിപ്പോയാൽ, കണ്ടവരോടെല്ലാം മിണ്ടുന്നു, കണ്ട സ്ഥലത്തെല്ലാം കാണുന്നു, വാതോറാതെ ഉച്ചത്തിൽ സംസാരിക്കുന്നു, നാണമില്ല ചങ്കിയില്ല മര്യാദയില്ലാത്ത കോലമാണ് ഒരു പെണ്ണിനുള്ളതെങ്കിൽ കേട്ടോ, പണ്ഡിതന്മാർ പറഞ്ഞത് കാണാ. പിന്നെ അവളുടെ ജീവിതം ഈമാനില്ലാതെ മരിച്ചു പോകുന്നതിനെ കുറിച്ച്, അവളെ സ്വഭാവ ദൂഷ്യത്തെ കുറിച്ച്, അവളെ ബെടക്ക് സ്വഭാവത്തെ കുറിച്ച് നന്നും കേൾക്കണോന്നില്ല, കൂടുതൽ അറിയണോന്നില്ല. ചങ്കില്ലാത്ത പെണ്ണാണെങ്കിൽ, നാണമില്ലാത്ത പെണ്ണാണെങ്കിൽ, ലജ്ജയില്ലാത്ത പെണ്ണാണെങ്കിൽ, ഇദാ നുസിയൽ ഹയാഉ മിനൽ മർഅതി, അതേ ലജ്ജയും ചങ്കിയും നാണവും ഇല്ലാത്ത പെണ്ണാണെങ്കിൽ, ഫലാ തസ്അലൻ സൂഇ ആതിബതിഹാ, പിന്നെ അവളുടെ സ്വഭാവത്തിന്റെ ദൂഷ്യതയെ സംബന്ധിച്ച്, അവളുടെ ജീവിതത്തിന്റെ മോശപ്പെട്ട അവസ്ഥയെ സംബന്ധിച്ച്, അവളെ വളരെ പ്രയാസകരമായ മരണത്തെ കുറിച്ച് നീ കൂടുതൽ ചോദിക്കേണ്ട ആവശ്യമില്ല. അവൾക്ക് ലജ്ജയില്ല എന്നറിയുമ്പോഴേ നീ മനസ്സിലാക്കണോ അവൾ വളരെ മോശക്കാരിയാണെന്ന്. നാണമില്ലാത്തവളാണെങ്കിൽ, ഈമാനോടെ മരിക്കാത്തവളാണെന്ന് ഇത് നമുക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു തന്നെങ്കിൽ നല്ല പോലെ കേട്ട മുസ്തഫായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ ബീവി ആയിഷ റളിയല്ലാഹു അൻഹാ, ആയിഷ റളിയല്ലാഹു അൻഹാ ഇല്ലേ, പരിശുദ്ധ ഖുർആൻ എന്താ പറഞ്ഞേ? ഹബീബായ നബി തങ്ങളുടെ ഭാര്യമാരോട് പോലും, സത്യത്തിൽ അവരോട് നമുക്ക് അവരെല്ലാരും കാണാം. നബി തങ്ങളുടെ ഭാര്യമാരോട് എല്ലാവരോടും ഉണ്ടാ, എന്റെ ഉമ്മമാരാണ്. അവർ നമുക്ക് കല്യാണം കഴിക്കാനോ വിവാഹാലോചന നടത്താനോ പാടില്ല. അവർ ഞങ്ങൾക്ക് ഹറാമാണ്. അവർ ലോകത്തിന് മാതൃകയാണ് അല്ലേ. അന്നബിയു ഔലാ ബിൽ മുഅ്മിനീന മിൻ അൻഫുസിഹിം വഅസ്വാജുഹു ഉമ്മഹാത്തുഹും. നബി തങ്ങളുടെ ഭാര്യമാർ ഈ മുഅ്മിനീങ്ങളെ ഉമ്മമാരാണ്. ആ നല്ലവരിൽ നല്ലവരായ മുഅ്മിനത്തുകളാകുന്ന, ഉമ്മഹാത്തുൽ മുഅ്മിനത്തുകളാകുന്ന, മുഅ്മിനീങ്ങളുടെ ഉമ്മമാരാകുന്ന ആ നബി തങ്ങളുടെ ഭാര്യമാരോട് പോലും അല്ലാഹു പറഞ്ഞെന്തറിയോ? അല്ലാഹു പറഞ്ഞത്, ആ പെണ്ണുങ്ങളെ വിളിച്ചിട്ട് അല്ലാഹു പറഞ്ഞത്, സത്യത്തിൽ നല്ലവരാണവർ. അവർ നല്ലവരല്ലെങ്കിൽ പിന്നെ ലോകത്ത് നല്ലവരാര്? പിന്നെ ലോകത്ത് നല്ലവർ ആര്?
നബി തങ്ങളെ ഭാര്യമാർ നല്ലവരല്ലെങ്കിൽ പിന്നെ ലോകത്ത് നല്ല പെണ്ണുങ്ങൾ ആരില്ല? അവരെ പോലത്തെ നല്ലവർ ലോകത്ത് വേറെയില്ല. ആ നല്ലവരായ ഈമാനിന്റെ നിറകുടങ്ങളായ നാളെ സ്വർഗലോകത്തേക്ക് എപ്പോഴേ പാസ് നേടിയവരായ മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ചേർത്ത് പിടിക്കാൻ അല്ലാഹു തൗഫീഖ് നൽകിയ വലിയവരിൽ വലിയവരായ ആ പെണ്ണുങ്ങളോട് പോലും അല്ലാഹു ശക്തമായി പറഞ്ഞ താക്കീത്, കർശനമായിട്ടുള്ള പറഞ്ഞ ഉപദേശം, ഇനി തഖയ്തുന്ന ഫലാ തഖ്ളഅന ബിൽ ഖൗലി യാ അയ്യുഹൻ യാ നിസാഉൻ നബിനാ നിസാഉൻ നബി. അതേ നബി തങ്ങളെ ഭാര്യമാര് ലസ്തുന്ന കാഹദിൻ മിനൻ നിസാ, നിങ്ങൾ ലോകത്തുള്ള മറ്റു പെണ്ണുങ്ങളെ പോലെയല്ല, നിങ്ങൾ വേറെ പെണ്ണുങ്ങളെ പോലെയല്ല. അതേ ഇനി തഖയ്തുന്ന, നിങ്ങൾ തഖ്വ പാലിക്കുന്നവരാണെങ്കിൽ, ധർമ്മനിഷ്ഠ പാലിക്കുന്നവരാണെങ്കിൽ, സൂക്ഷ്മതയോടെ ജീവിക്കുന്നവരാണെങ്കിൽ, അല്ലാഹുവിനെ പേടിക്കുന്നവരാണെങ്കിൽ, അതേ ഫലാ തഖ്ളഅന ബിൽ ഖൗലി, സംസാരിക്കുമ്പോ നിങ്ങൾ ലൈറ്റായി സംസാരിക്കരുത്. മൃദുലമായി വളരെയധികം കൊഞ്ചിക്കൊഴിഞ്ഞിട്ട് മറ്റുള്ളവനെ ആകർഷിപ്പിക്കുന്ന രീതിയില്, അവനെ അടുപ്പിക്കുന്ന രീതിയില്, അവന് ഇഷ്ടം തോന്നുന്ന രീതിയില് മയപ്പെടുത്തി നിങ്ങൾ സംസാരിക്കരുത്, മിണ്ടരുത്. കാരണം അവരിൽ ചിലപ്പോ എന്തെങ്കിലും രോഗം, കാമരോഗം ബാധിച്ചവരുണ്ടാകാം. ആ സൗണ്ട് കേൾക്കുമ്പോ, മനോഹരമായ ആ കൂറ്റ് കേൾക്കുമ്പോ എന്തോ തോന്നുന്നവരുണ്ടാകാം, ശരീരം ഉൾപ്പുളകമണിയുന്നവരുണ്ടാകാം. അപ്പൊ ആ ഒരു ചിന്ത വരാതിരിക്കാൻ, അതേ മനുഷ്യന്മാർക്ക് പ്രത്യേകമായ ആഗ്രഹങ്ങളോ ആശകളോ തോന്നാതിരിക്കാൻ നിങ്ങൾ മുണ്ടുമ്പോ നന്ന സോഫ്റ്റ് ആക്കിയിട്ട് മുണ്ടണോ എന്നില്ല, കുറച്ച് കട്ടിയിൽ തന്നെ മുണ്ടണോ. നല്ല ഒരു നല്ല കുഞ്ചിറ്റ് ഇങ്ങനെ അങ്ങനെ മുണ്ടണ്ട. അങ്ങനെ മുണ്ടുമ്പോ ഇപ്പുറക്കേക്കും ചെയ്യും. അയ്യോ എന്താ സൗണ്ട്, വാവ് ചെല്ലല്ലേ, ചെല്ലും. അഭിനത് അവസാനം ഫിത്നയിലേക്ക് എത്തും. ഇത് നബി തങ്ങളോടുള്ള ഭാര്യമാരോടാണ് ഈ ഉപദേശം. നല്ല തന്നെ നിങ്ങൾ പറയണോ, നല്ല തന്നെ സംസാരിക്കണോ. സംസാരിക്കുമ്പോ നന്നമയാക്കണമെന്നില്ല. നിങ്ങൾ നോക്കൂ, ഞങ്ങൾക്ക് നിസ്കാരത്തിന് 5 നേരം നിസ്കാരത്തിന് ബാങ്ക് വയ്ക്കാമത്ത സുന്നത്താണ് അല്ലേ? അല്ലേ ആണുങ്ങൾക്ക് അങ്ങനെ അല്ലേ? വെടിഞ്ഞാന്നല്ലേ, നിങ്ങൾക്ക് വെടിഞ്ഞാന്നല്ലേ? 10 മിനിറ്റ് ഉള്ള അത് 2 പൊണ്ടം വന്നില്ല, ദേലം വിളിക്കാൻ അതും കൂടി വിളിച്ചിട്ടാകുമ്പോ തീർന്നു, സമയം തീർന്നു. ഇങ്ങോട്ടൊക്കെ ഞാൻ പറഞ്ഞേ മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭാര്യമാരോട് പോലും ഈ നിലക്കാണ് ഉപദേശിച്ചത്. നിങ്ങൾ നല്ല കണ്ടീഷനിൽ പോകണോ, നിങ്ങൾ നന്ന മയപ്പെടുത്തിയിട്ടൊന്നും സംസാരിക്കാൻ നിൽക്കണ്ട. നിങ്ങൾ നോക്കൂ, ആണുങ്ങളായ ഞങ്ങൾക്ക് ബാങ്ക് ഇക്കാമത്ത് സുന്നത്താണ്. 5 നേരം നിസ്കാരത്തിന് ബാങ്കും കൊടുക്കണോ, ആണുങ്ങൾ നിസ്കരിക്കുമ്പോൾ ഇക്കാമത്തും കൊടുക്കണോ. ഇനി കുറെ നിസ്കാരം ഒരു വേള കള്ളാ വിട്ടൊന്നുണ്ടെന്ന് കൂട്ടിക്കോ, എങ്കിൽ ഫസ്റ്റത്തിന് ബാങ്ക് കൊടുക്കണോ, ബാക്കി എല്ലാത്തിനും ഓരോന്നിനും ഇക്കാമത്തും കൊടുത്തോളണം. അതേ സമയത്ത് പെണ്ണുങ്ങൾക്ക് ബാങ്ക് സുന്നത്തില്ല, അവർക്ക് ഇക്കാമത്ത് മാത്രം. എല്ലാ നിസ്കാരത്തിനും അവർ ഇക്കാമത്ത് കൊടുത്തെങ്കിലായി. പെണ്ണുങ്ങൾ ബാങ്ക് കൊടുക്കണ്ട. എന്റെ ബാങ്ക് കൊടുക്കണ്ട, എന്റെ ബാങ്ക് കൊടുത്തെങ്കിൽ എന്താന്ന് ഓർ ബാങ്ക് കൊടുത്തെങ്കിൽ എന്താ ആകാശടിഞ്ഞു വന്നാ അല്ല. അവർ ബാങ്ക് കൊടുക്കണ്ടെന്ന് പറയാൻ കാരണം, ബാങ്കിന്റെ ഒരു പ്രത്യേകമായ ഒരു അടയാളാണ്, സുന്നത്താണ്. ബാങ്ക് ചെല്ലിയത് കുറച്ച് സൗണ്ട് എടുത്തിട്ട് കൊടുക്കേണ്ട സംഗതി. അതുമല്ല കുണുകുണൊന്നും മന്ത്രിക്കേണ്ട ഏർപ്പാടല്ല. ബാങ്ക് കുറച്ച് ഉഷാറിലെ കൊടുക്കണം, സൗണ്ട് എടുത്തിട്ട് കൊടുക്കണം. പെണ്ണുങ്ങ സൗണ്ട് എടുത്തെങ്കിൽ അത് ബുദ്ധിമുട്ടാണ്. എന്ത് കൂറ്റാവളെ സംസ്കരിക്കാൻ പോണം എന്ന് ചെല്ലി 4 പാലക്കാർ ഓളെ ബാങ്ക് കേട്ടത്. അതുപോലും ഇസ്ലാം നിരോധിച്ചു. എന്റെ ഹറാമിയത്തിന് ഒരു ഇടം, തെറ്റായ കർമ്മങ്ങളിലേക്ക് പോകുന്ന ഒരു ചാൻസ് പോലും, അതിന്റെ ഒരു അവസരം പോലും അള്ളാഹുവിന്റെ ദീൻ അനുവദിച്ചില്ല. എല്ലാ വാതിലും അള്ളാഹു അടച്ചു കളഞ്ഞു, എല്ലാ വാതിലും. ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്ന ഹദീസിൽ കാണാം, ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നുണ്ട്, കുന്തു അദ്ഖുലു ബൈത്തില്ലദീ ദുഫിന ഫീഹി റസൂലുള്ളാഹ്. മുസ്തഫായ നബി തങ്ങള്, ഹബീബായ നബി തങ്ങൾ വഫാത്തായി ഈ ലോകത്തോട് വിട പറഞ്ഞപ്പോ അതേ നബി തങ്ങളെ മറമാടിയത് എവിടെയാണോ മരണപ്പെട്ടത് അവിടെ തന്നെയാ മറമാടിയത്. ഇതിന്റെ ഡബിൾ ആളല്ലേ കെട്ടാക്കണമെന്ന് പറഞ്ഞിട്ട് പോയിട്ടുണ്ടാവും. ചിലയിടത്തെല്ലാം അങ്ങനെ 600 കെട്ടും, കെട്ടാക്കുവിന് 1200 ആണ്. ഒരു കെട്ടിന് 2 ആൾ കെട്ടുന്നത്. വെറുതെ കുറെ ആൾക്കാരൊക്കെ കൺട്രോൾ ചെയ്യണമല്ലോ. അതിന് ആവശ്യത്തിന് ആൾ പോകണം. അവരെല്ലാം നല്ലോണം അധ്വാനിക്കുന്നുണ്ട്. കമ്മിറ്റി നേതാക്കന്മാരെല്ലാം ഇരുന്നിട്ടല്ലേ എഴുതുന്നതും വിളിക്കുന്നതല്ലേ കാണുന്നില്ലേ? ഒരു പരിപാടി നടത്തുമ്പോൾ നല്ല റിസ്ക് ഉണ്ട്, കഷ്ടപ്പാടുണ്ട്. അള്ളാഹു തക്കതായ പ്രതിഫലം കൊടുക്കട്ടെ. പക്ഷെ ഉള്ളവരെല്ലാം പോയിട്ട് അവിടെ കുത്തിരുന്നെങ്കിലോ. ചിലയിടത്തെല്ലാം അങ്ങനെ 300 കെട്ടാലോ. അപ്പൊ ഞാൻ കെട്ടാക്കുന്നോടെ 600 ആള് എന്നിട്ട് കേട്ട് ഒരു കെട്ടിന് 2 ആൾ കെട്ടുന്നത്. ഇത് കോയർക്കുന്ന
ആവശ്യമില്ല, സൗണ്ട് കുറച്ചൊന്നും അല്ലാക്കണം. അത് ആൾക്കാർ കൂടുമ്പോൾ കുറച്ച് സൗണ്ട് ആവാനൊന്നുമില്ല. പക്ഷെ എനക്കെന്താ അത് കുറച്ച് ഡിസ്റ്റർബാണ്. ഒന്നാമത് ഞമ്മ കുറച്ച് കഷ്ടത്തിലാണ് ഈ വിഷയമെല്ലാം പറയുന്നില്ലേ. ആയത്തോ ഹദീസല്ലേ, ദീനല്ലേ. എന്തെങ്കിലും കോതക്ക് വായിൽ വന്നത് പാട്ടും ചെല്ല് പോലെ നമുക്കെന്തെങ്കിലും ദീനല്ല, ദീനം വേണ്ടേ. അപ്പൊ ഞമ്മതിനെ കുറച്ച് കഷ്ടപ്പെടുന്നുണ്ട്. അപ്പൊ അതിന് മട്ടം പോലെ പറയണോ, ഇഖ്ലാസ് വേണോ, അത് ജനങ്ങൾക്ക് ഉപകാരപ്പെടണോ എന്ന വലിയ നീയത്തും ഉണ്ട്, നമുക്കും ഉപകാരപ്പെടണോ. അപ്പൊ അതിൻ്റെ ഇടയിൽ കുറച്ച് ഈ സൗണ്ട് എല്ലാം കേൾക്കുമ്പോൾ ഒരു വിശ്വാസം പോലെ നിങ്ങൾ ബേജാറാക്കിയല്ല, നിങ്ങൾ ബേജാറാക്കി. എനക്ക് നിങ്ങളുടെ ബേജാറുമില്ല. ഞാൻ നാളെ ഇത് ചെല്ലും. നാളെ ഇങ്ങനെ നാളെ വേദന വിളിച്ചത് കൂട്ടിക്കോ, ഞാൻ നാളെയും ചെല്ലും. അതിന് നമുക്ക് ബേജാറില്ല. ഏതുവാട്ടെ മുസ്തഫ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എവിടെയാണോ മരിച്ചത് അവിടെ തന്നെ മറമാടി. എവിടെ നബി തങ്ങൾ മരിച്ചിനെ? ഹബീബായ നബി തങ്ങൾ ഈ ലോകത്തോട് വിട പറഞ്ഞത് എവിടെയാണ്? ആയിഷ ഉമ്മാന്റെ മടിയിൽ കിടന്ന് ആയിഷ ഉമ്മാന്റെ വീട്ടിലെ നബി തങ്ങളുടെ വീട്ടിലായിരുന്നു മദീനത്തെ പള്ളി റൗള ഷരീഫ് കിടക്കുന്നത്. അത് റസൂലുള്ളാഹി തങ്ങളുടെ വീടായിരുന്നു, പുരയായിരുന്നു. പ്രവാചകന്മാർ എവിടെ മരണപ്പെട്ടുവോ അവിടെ തന്നെ മറമാടണമെന്നത് നിയമമാണ്. അതിനടിസ്ഥാനത്തിൽ മുസ്തഫായ റസൂലുള്ളാഹി തങ്ങളെ മറമാടപ്പെട്ടോ. അതെ, എവിടെയാണോ മരിച്ചത് ആയിഷ ഉമ്മാന്റെ വീട്ടിലല്ല, അവിടെ തന്നെ മറമാടി. അതെ, ആരായിരുന്നു അത്? പിന്നീട് കുറെ കഴിഞ്ഞ എന്റെ വാപ്പ സിദ്ദീഖുൽ അക്ബർ തങ്ങൾ മരിച്ചോ, മഹാനരണിയും അതാ റസൂലുള്ളാഹിന്റെ അരികിൽ മറമാടി. ആ കാൽ ചുവട്ടില രണ്ടാളും മറമാടിയത് എന്റെ വീട്ടിലാണ്, അതിന്റെ അപ്പുറത്തുള്ള റൂമിലാണ് എന്റെ താമസോ. ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നു, ഫഅളൗ തൗബി ഫഖൂലു ഇന്നമാ ഹുവ സൗജി വഅബീ. ഞാൻ സാധാരണ ഡ്രസ് ഇട്ടിട്ട് എപ്പോഴത്തെ ഡ്രസ് ഇട്ടിട്ട് എപ്പോഴത്തെ അതേ കോലത്തിൽ ഞാൻ അവിടെ പോവും. എന്റെ ആ ഹബീബിന്റെ അടുക്കല്, ഭർത്താവിന്റെ അടുക്കല്, ആ ഖബറും പുറത്ത് മുസ്തഫ നബി തങ്ങളെ സിയാറത്തിന് അവിടെ ഞാൻ ചെല്ലും എന്റെ സാധാരണ വേഷത്തില്. പ്രത്യേകമായ ഒരു മറക്കലോ കെട്ടലോ വറയോ കാലുറയോ ഒന്നുമില്ലാതെ. എന്തുകൊണ്ട്? അതെന്റെ സൗജാണ്, ഭർത്താവാണ്. മറ്റൊന്നോ വാബി എന്റെ വാപ്പയാണ്. അവനെ കൂടുതൽ ശ്രദ്ധിക്കണമെന്നില്ല. പിന്നീട് കാലം കുറെ കഴിഞ്ഞു. അതേ, പിന്നീട് കുറെ കാലം കഴിഞ്ഞ അതേ പരിസരത്ത് മുസ്തഫായ നബി തങ്ങളെ ചാരത്ത്, അതേ എന്റെ വീടിന്റെ അകത്ത് മഹാനരായ ഉമർ ഖത്താബ് തങ്ങളെ മറമാടിയ പിന്നെ മഹാനര ഖബറവിടെ വന്ന പിന്നെ അതേ ഫവല്ലാഹി മാ ദഖൽതു ഇല്ലാ വഅന മഷ്ദൂദത്തുൻ അലയ്യ സിയാബി. ഞാൻ പിന്നെ അവിടെ സിയാറത്തിന് പോകുമ്പോ ആ മൂന്നാളെ ഖബറുള്ള ജാഗക്ക് ഞാൻ കടക്കുമ്പോ മട്ടം പോലെ കറമും പോലെ ഔറത്ത് മറക്കാതെ, വസ്ത്രം കെട്ടാതെ മറക്കാതെ ഞാനവിടെ പോയിട്ടില്ല. കാരണം ഹയാ ഉമറുണ്ടവിടെ എന്ന് ചങ്കിച്ചിട്ട്. ഉമർ എന്നൊരു മനുഷ്യൻ കിടക്കുന്നുണ്ട്. അയാൾ അനക്കാരുമല്ല, അയാൾ അന്യനാണ്. അവർ ഖബറിലാണെങ്കിലും മഹാന്മാരാണ്, കാണുന്നവരാണ്. അതെ, അവർ അന്യരാണ്. ഒന്നെന്റെ ഭർത്താവ് റസൂലുള്ളാഹ്, മറ്റൊന്നെന്റെ വാപ്പ സിദ്ദീഖുൽ അക്ബർ. ഇപ്പതാ ഉമറും അവിടെ കിടക്കാൻ തുടങ്ങിയ പിന്നെ ഖബറുമാടപ്പെട്ട പിന്നെ ഞാൻ എപ്പോഴത്തെ ഡ്രസ്സിലല്ല പോയത്, മട്ടം പോലെ മറച്ചിട്ട്, മട്ടം പോലെ കെട്ടിയിട്ട്, മട്ടം പോലെ ഹിജാബ് ധരിച്ചിട്ട് ഞാൻ അവിടെ പോയത്. കാരണോ ഉമറുണ്ടല്ലേ എന്ന് ചങ്കിച്ചിട്ട്. ഉമറണ കന്യനാണ്, അന്യപുരുഷനാണ്, ആണാണ്, അന്യപുരുഷനാണ്. അപ്പൊ പിന്നെ എപ്പോഴത്തെ കോലത്തിന് ഊർത്തോളം ഷർട്ടും പിന്നെ ബ്ലൗസും സാരി ഉടുത്തിട്ട് പോയെങ്കാവല്ല. ഫസ്റ്റ് പോയത് സാരി എന്റെ വാപ്പള, പിന്നെ എന്റെ വാപ്പ പാങ്ങളെ മോന് ബാപ്പ പിന്നെ മാപ്പിള. ഓരോ മുമ്പിലല്ലോ അങ്ങനെ വലിയൊരു സ്ട്രിക്റ്റ് ഇത് പോണമെന്നില്ലല്ലേ. ഉണ്ടോ? ഇങ്ങനൊന്നും ഉണ്ടോന്നില്ല. ആണുങ്ങളായ നമ്മളെ പുറത്ത് ഇലോയോൾക്ക് യമവും തന്നെ ആണുങ്ങളെ പുറത്തേത് നിർബന്ധമായും കർശനമായും നിർബന്ധമായും ഒരു പുരുഷനായ മനുഷ്യൻ മറച്ചിരിക്കേണ്ട ഭാഗത മുട്ടിന്റെയും പൊക്കിന്റെയും ഇടയിൽ ചെടിയിട്ടിട്ട് ഫുട്ബോൾ കളിക്കുന്നവർ കേട്ടോളി, വോളിബോൾ കളിക്കുന്നവർ കേട്ടോളി. കുറെ യൂത്ത് വിങ്കും ഉണ്ട്, ഇടയിൽ മൂത്ത വിങ്കും ഉണ്ട്. എല്ലാവരും കേട്ടോളി. അവിടെ കിക്കടിക്കുന്ന യൂത്തും ഉണ്ട്, അതിനെ നോക്കാൻ വേണ്ടി ഗാലറിയിൽ മൂത്ത വിങ്കും ഉണ്ട്. എല്ലാവരും കേട്ടോളി. കളിച്ചോ, കളിക്കണം, കുറച്ചേരം കളിക്കണം. വൈകുന്നേരം ആവട്ടെ രാവിലെ ആവട്ടെ. കളിയൊന്നും ഇസ്ലാമിൽ അങ്ങനെ തെറ്റെന്ന് പറഞ്ഞിട്ടൊന്നുമില്ല. തെറ്റയിൽ വരുമ്പോഴാണ് തെറ്റാണ്, അല്ലാതെ നിരുപാധികം മുത്തലക്കൻ തെറ്റല്ല. കളിക്കണ്ട, നീ എപ്പോഴും ഇങ്ങനെ ദമ്മ് പിടിച്ചിട്ടായിരിക്കണം ആരും പറഞ്ഞിട്ടില്ല. പക്ഷെ കളിക്കുന്ന അങ്ങനെ ഒരു മര്യാദ. ഇതിപ്പോ കളിമാളിക്കില്ലേ? ഏതോ ഒരു ഉസ്താദ് മുന്നേ വാട്സപ്പിൽ ഒരു വോയിസ് ഇട്ട്, ഉസ്താദ് എനക്ക് ജിമ്മിന് പോവാമാ. ഞാൻ കേട്ടു, എന്താ അങ്ങനെ കേട്ടെന്ന് കേട്ടെ. അവിടെ ഒരു ഉസ്താദാ, പക്ഷെ വലിയൊരു മൂലാറല്ല, എന്നാലും നല്ലൊരു മൂല. ഉസ്താദ് എനക്ക് ജിമ്മിന് പോവാമാ. എന്റെ കഥ എന്താ ഫസ്റ്റ് ആൻസർ ചെയ്യുന്നതിന് പിന്നെ പോവാൻ കഴിയാല, യെസ് ഓർ നോ എന്ന് പറയുന്നതിന് പിന്നെ ഞാൻ കേട്ടു എന്താ കഥയാണ്. അല്ല മൗലാമാർ ജിമ്മിന് പോകാൻ കഴിയാല,
നല്ല കഥ. ഒരു 5-8 ആണ്ട് മുന്നേ ഇങ്ങനെ ഇരിക്കൊണ്ടായി മനുഷ്യന്മാർ മൊയിലാമാറി സൈക്കിളിൽ പോകാൻ കഴിയാം, നടന്നിട്ടേ പോകണം. വടക്ക് അവർ കോയിപ്പാട് കുമ്പളക്ക് പോകുന്നെങ്കിൽ കോയിപ്പാടി കടക്കടക്ക് പോകുന്നു, അവർ ബൈക്കിൽ നടന്നിട്ടേ പോയിക്കൊള്ളണം. ഇതാ ആരെങ്കിലും അമ്മായി മസാലയിലിനെ മോലാറായെങ്കിലും ഏത് ഹോജരാജാവായാലും അവർക്ക് നിയമമല്ല ഒരുപോലെ. പിന്നെ ഉസ്താദുമാറാകുമ്പോ കുറച്ചൊക്കെ ഏറെ ശ്രമിക്കും. ഞാനും നിങ്ങളെ പോലെ തന്നെ ബജാറിൽ 24 മണിക്കൂറും അങ്ങനെ വരത്തിലിരുന്നിട്ട് കടലിൽ നിന്നോട്ടില്ലെങ്കിൽ പിന്നെ ഞാനും നിങ്ങളുടെ വ്യത്യാസം. മോലാറാകുമ്പോൾ അയാൾക്കൊരു ബഹുമാനവും റെസ്പെക്ട് വേറെ ഉണ്ട്. അപ്പൊ അയാൾ കുറച്ചല്ല ഒരു കൺട്രോൾ പാലിക്കുന്നത്, അത് അയാൾക്കും നല്ലേ അല്ലേ അല്ലേ. അയാൾ ഒരു ഇൽമുള്ള മനുഷ്യനല്ലേ, അയാൾ മറ്റുള്ളവർക്ക് റോൾ മോഡൽ അല്ലേ, അയാൾ ഒരു മാതൃകയല്ലേ. അയാൾ ബാക്കിയുള്ളവരെ പോലെ ഇങ്ങനെ ജീൻസ് പാന്റും ടീഷർട്ടും ഇട്ടിട്ട് തയ്യും കെട്ടിട്ട് 24 മണിക്കൂറും ഫുട്ബോളും പിന്നെ മോലാർ ചെയ്തില്ലേ നീ കളി, കുറച്ച് കളി കൺട്രോൾ കളിക്കാൻ കളിക്കുന്നു. എന്റെ മക്കളും ഞാൻ ഒന്ന് കളിക്കുന്നുണ്ട്. അതിലിപ്പെന്ത് തെറ്റി? ഇതല്ല ഔറത്ത് മറക്കുമ്പോൾ ശ്രമിക്കട്ടെ. മുസ്തഫായ റസൂലുള്ള സഹാബിയോട് പറഞ്ഞു, ഒട്ടകപ്പുറത്ത് അതല്ലെങ്കിൽ കുതിരപ്പുറത്ത് കയറുമ്പോ ആ കയറുന്ന സ്പീഡില് സഹാബിയുടെ തൊടഭാഗം കണ്ടപ്പോ, തൊടയുടെ വെള്ള നിറം കണ്ടപ്പോ ഹബീബായ റസൂലുള്ള ശക്തമായ ഭാഷയിൽ പറഞ്ഞു, നിന്റെ തൊടഭാഗം ഔറത്താണ്, കാണരുത്, കാട്ടരുത്, നോക്കരുത്, നോക്കിപ്പിക്കരുത്. അത് കളി ഗ്രൗണ്ടിലായാലും അങ്ങനെ അല്ല ഉസ്താദ. ഇപ്പൊ നിങ്ങൾ ജില്ലോ കണക്കിന് ഓക്കെ ക്രിക്കറ്റ് എല്ലാം ആണെങ്കിൽ ഫാൻറ്റ് ഇടാം. ഈ ഫുട്ബോള് പിന്നെ ഈ വോളിബോള് ഫുട്ബോളെല്ലാം പോയി അങ്ങനെയും ഷെഡ് തന്നെയല്ലേ ഉസ്താദ്. അത് നിയമം അങ്ങനെ. അതിന് ഞാൻ എന്താക്കുന്നു ഉസ്താദ്? ഓക്കെ നിയമം അങ്ങനെ ആണെങ്കിൽ ഒരു കാര്യം ചെയ്യും, ഈ ഷെഡ് മീറ്റൊക്കെ ഇട്, അതിന്റെ ഉള്ള കുറച്ച് ടൈറ്റിന്റെ ഒരു 3/4 ഇട്ടോ, ഒരു പാതിയോ ഇട്ടോടത്തോളം മതി. അതിനൊന്നും നിയമം പാടില്ലെന്ന് ആരും പറഞ്ഞിട്ടില്ല, ഞാനും കേട്ടു നിയമം. ഇങ്ങ പഠിപ്പിക്കണമെന്നില്ല. ചെട്ടി കുറച്ച് ബെൽത്താക്കുന്നു, 3/4 ആക്കി തീർന്നില്ലേ, 3/8 ആക്കണ്ട അപ്പല്ലേ വേണ്ട. അവർക്ക് മറക്കണം. പിന്നെ ഒരു കളിയുണ്ട്, നമ്മൾ ചില ബാല്യക്കാർ കാണോ ഇങ്ങോ നോക്കൂ, 3/4 അല്ല 3/4 അല്ലാവും അല്ലേ, ഓക്കെ മതി എന്ന് ശരിയിട്ട് നിങ്ങൾ നോക്കി. പിന്നെ വേണമെങ്കിൽ നാളെ തന്നെ മറ്റൊന്നില്ല. എനിക്ക് ചില ആൾക്കാർ പള്ളിക്ക് നിസ്കാരത്തിന് വരും, ജമാഅത്തിന് 3/4 കേൾക്കുമ്പോൾ ചെന്നെന്ന് പറഞ്ഞാൽ ഉസ്താദെ മസാല അവർക്ക് മുട്ടും പൊക്കളുടെ ഇടയിലല്ലേ, അപ്പൊ ഇത് മതിയല്ലേ, ഇത് 4th അല്ലേ, പിന്നെ 4 ഇഞ്ച് യാറല്ലേ, മതിയല്ലേ, മതി, നിയമത്തിന് മതി, നിയമത്തിന് മതി. നീ അവർത്ത് മറിച്ചിട്ടുണ്ട്. പക്ഷേ നിൽക്കുന്നത് അള്ളാന്റെ മുമ്പിലാണെന്ന ഓർമ്മ വേണം. ഈ ഞൊണ്ടി ന്യായം പറഞ്ഞിട്ട് വന്ന നിന്നോട്, ഈ ഔറത്തിന്റെ ഈ ഒരു നിയമം പറഞ്ഞിട്ട് വന്ന നിന്നോട്, അള്ളാന്റെ മുമ്പിൽ നിൽക്കുമ്പോ ഇത് പോരെന്ന് ചോദിച്ചിട്ട് വന്ന നിന്നോട് ചോദിക്കട്ടെ സഹോദര, ആ രീതിയിലുള്ള ഷെഡിൻ ധരിച്ചിട്ട് 3/4 ധരിച്ചിട്ട് നീ ഞങ്ങളെ പോലീസ് സ്റ്റേഷനിൽ SI സാറിന്റെ മുന്നിൽ നിൽക്കുവോ? അല്ല നീ നാളെ പുതിയ ആപ്പിളയായിട്ട് കാന്തിനി ആ കസാലയിൽ ആ കോലത്തിലിരിക്കോ? ഇരിക്കാല എന്തേ നടക്കേടാവും, ചങ്കിയാവും. അതൊരു റെസ്പെക്ട് കുറയും. എന്നാ പിന്നെ അള്ളാന്റെ മുമ്പിൽ നോക്കുമ്പോ എത്ര റെസ്പെക്ട് വേണോ, എത്ര ചങ്കി വേണോ, എത്ര നാണം വേണോ? അതുകൊണ്ടാ പറയുന്നത് ശ്രദ്ധിക്കണോ. ഔറത്ത് തുറന്നിട്ട് ഔറത്ത് കാണുന്ന നിലക്ക് പാടില്ല. ഏതുവാകട്ടെ ആണുങ്ങളെ ഔറത്ത് മുട്ടിന്റെയും പൊക്കിളുടെ ഇടയിലാണ്. എന്നാ പെണ്ണുങ്ങൾക്ക് ഔറത്ത് 4 തരമാണ്. ആണിന് ഒരേ തരം. അത് രാത്രി നീ പൊരയിൽ ഉറങ്ങുന്നെങ്കിലോ അങ്ങനെ പോയിരണ്ട ആരും പോയിരണ്ട കേട്ടോളി. ഇവിടൊക്കെ വരുമ്പോ തലയിൽ തൊപ്പിയും ജീൻസ് പാൻറ് ഇട്ടിട്ട് വന്നോ, അവസാനം പുറക്ക് പോയിട്ട് എത്തിയിട്ടായി പിന്നെ എല്ലാം മാറ്റിയിട്ട് ചെട്ടിയിട്ടിട്ട് ഒരു ഉറങ്ങണം. പോ വയസ്സെത്ര? വയസ്സ് 1 വെളിയിച്ച 3 കിടാക്കളെ വാപ്പ ഓന് ഇട്ടിന ചെട്ടി, പിന്നെ 1 ശരിച്ച അവൻ 2 കിടാക്കളെ വാപ്പ ഓന് ഇട്ടിന ചെട്ടി, പിന്നെ 1 ഡിഗ്രിക്ക് പഠിച്ചോണ്ടുള്ളൂ ഓൻ ഇട്ട കാച്ച. ഞങ്ങന്നല്ലേ ഉമ്മല്ലേ വാപ്പല്ലേ അല്ലേ അവരത്തല്ലേ? ആ മുട്ടുപൊക്കലിന്റെ ഇടയിലുള്ളത് അവരത്തല്ലേ? ഇതല്ല കാണുന്നില്ലേ? മലായിക്കത്തീങ്ങൾ കാണുന്നില്ലേ? അത് വെളിവാക്കൽ തുറക്കൽ ഹറാമല്ലേ? നിന്നോട് ആര് പറഞ്ഞു നമ്മളെ പള്ളിയിൽ ഉറങ്ങുമ്പോ ആ സ്റ്റൈലിൽ ഉറങ്ങാന്ന്? ആരും കൊണ്ടുന്നില്ല. കാരണം പലരും ചെട്ടിട്ടിട്ട് ഉറങ്ങുന്നൊക്കെയാണെന്ന് അറിയും. ആ പഴയ ഫാൻറ്റ് ഇല്ലേ, സെക്കൻഡ് ഹാൻഡ് ഫാൻറ്റ് ഇല്ലേ, പെരുന്നാക്കൽ ഇട്ടിട്ട് മതിയാക്കിയിട്ട് അവിടെ മൂലയിൽ തൂക്കിയ ഫാൻറ്റ് ഇല്ലേ, ഇന്നലെ രാത്രിയിട്ട് ഉറങ്ങിയില്ല ഷെഡിടുന്നതിന് അതാവും. ആ രീതിയിൽ ഉറങ്ങുന്നതിന് വിരോധമില്ല. ആരുടെ മുമ്പില്? ഭാര്യയുടെ ഹദറത്തിലാണെങ്കിൽ. അതാ ഞാൻ പറഞ്ഞു, പെണ്ണുങ്ങളുടെ ഔറത്ത് 4. 1 അന്യപുരുഷന്മാരുടെ മുമ്പിൽ അൽമർഅതു കുല്ലുഹാ ഔറ, പെണ്ണ് മുഴുവനും ഔറത്താണ്. അന്യപുരുഷന്മാർ ഒരു ബന്ധവുമില്ല, കെട്ടുബന്ധം, വിവാഹബന്ധം, പുലകൊടി ബന്ധം ഒരു ബന്ധവുമില്ല. അങ്ങനെയുള്ള അന്യപുരുഷന്മാരുടെ മുമ്പിൽ അത് അയക്കുടിയാണ്, നിറകരയാണ്, കരനരയാണെന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. അന്യപുരുഷന്മാരുടെ മുമ്പിൽ ശരീരം മുഴുവൻ മറക്കണം. 1.
പിന്നെ ഒന്ന് നിസ്കാരത്തിൽ പെണ്ണിന്റെ പുറത്ത് മുഖവും മുങ്കൈ രണ്ടും തുറന്ന് ബാക്കിയെല്ലാം മറക്കണം. സുജൂദിന് പോകുമ്പോ കാൽതടി വെളിവായിട്ട് കാണാൻ പാടില്ല. നിന്റെ സുജൂദ് ചെയ്യാവേല. നിന്റെ നെറ്റിയിലുള്ള മുടി അതോ കമീസിന്റെ മക്കനന്റെ പുറത്തേക്ക് നീ ഇങ്ങനെ നേലിയിട്ട് തൂങ്ങിയിട്ട് നിൽക്കാൻ പാടില്ല. നിന്റെ സുജൂദ് ചെയ്യാവേല. മുഖവും മുങ്കയും മാത്രം ഓപ്പണ്, ബാക്കിയെല്ലാം മറക്കണം. പെണ്ണ് എത്ര പുറത്തായി? 2. അന്യപുരുഷന്മാരുടെ മുമ്പിൽ ഫുള്ള്. നിസ്കാരത്തില് മുഖവും മുങ്കയും ഓപ്പണ്. ഇനി സ്വന്തക്കാരായ ആണുങ്ങളെ മുമ്പിൽ, അതായത് ബാപ്പ, ആങ്ങളമാറ്, മക്ക, ആണുമക്ക, ഇവരെ മുമ്പിലെല്ലാം ഏകദേശം എപ്പോഴും ഇടുന്ന ഡ്രസ്സ് ഇട്ടിട്ടിരുന്നെങ്കിൽ മതി. അതായത് എന്റെ വാപ്പാന്റെ തുടങ്ങി എപ്പോഴും 3 ബുർക്കയും 4 ഇത് കമ്മീസ് ഇട്ടിരിക്കുന്നത് ഇല്ലല്ലേ. സാധാരണ പോയി കൊടുത്തോളം സർട്ടെല്ലാം വരും. ചിലപ്പോ പോയി കൊടുത്തോളം തുണിയെല്ലാം ചിലപ്പോൾ പൊന്തിട്ടെല്ലാം മീൻ മുറിക്കുമ്പോൾ അങ്ങനെ ഉണ്ടാവുമല്ലോ. അത് ആങ്ങളമാരെ മുമ്പിൽ വാപ്പാന്റെ മുമ്പിലെല്ലാം അങ്ങനെ ചിലപ്പോൾ അതിന് വിരോധമില്ല. പ്രധാനപ്പെട്ട ചില ഭാഗങ്ങളെല്ലാം നിർബന്ധം മറക്കണം. ഇനി ഭർത്താവിന്റെ മുമ്പിൽ അത് നിങ്ങളെ സ്വകാര്യമാണ്. ഭാര്യ ഭർത്താക്കന്മാരുടെ ഇഷ്ടം പോലെ. ഇസ്ലാമിന്റെ നിയമമാണിത്. ഇതെല്ലാം വലിച്ചെറിഞ്ഞ് തോന്നിയ പോലെ കടപ്പുറത്തായാലും കളിക്കളത്തിലായാലും ഗ്രൗണ്ടിലായാലും ഗാലറിയിലായാലും ഇതിന് വിപരീതമായിട്ടാണ് ഞങ്ങളെ കോലമെങ്കിൽ നടത്തമെങ്കിൽ അത് വേഷവിധാനങ്ങളിലായാലും സ്വഭാവങ്ങളിലായാലും കർമ്മങ്ങളിലായാലും നാളെ അടുക്കൽ മറുപടി പറയേണ്ടി വരും. മേലായ റബ്ബ് കാത്ത് സലാമത്താകട്ടെ. ഞാൻ നിർത്തുകയാണ്. അതുകൊണ്ട് തന്നെ പറയട്ടെ, ഈമാൻ ലജ്ജയില്ലാത്തവൻ ഈമാനില്ല. ഈമാൻ എന്നത് വലിയ സംഗതിയാണല്ലോ. ഈമാനുള്ളവർ മാത്രമാണ് രക്ഷപ്പെടുക. നാളെ അല്ലാഹുവിന്റെ പരലോകത്ത്, അതേ ആഖിറത്തില് അല്ലാഹുവിന്റെ സ്വർഗ്ഗം ലഭിക്കണമെങ്കിൽ വല്ലദീന ആമനൂ വഅമിലു സ്വാലിഹാത്തി ഉലൈക അസ്ഹാബുൽ ജന്ന ഹും ഫീഹാ ഖാലിദൂൻ. വല്ലദീന ആമനൂ, ഈമാനുള്ള കൂട്ടരാൽ, ആണുങ്ങളാവട്ടെ പെണ്ണുങ്ങളാവട്ടെ, നിഷ്കളങ്കമായ ഈമാനുള്ള മനുഷ്യരാ, വഅമിലു സ്വാലിഹാത്ത്, സൽക്കർമ്മങ്ങൾ ചെയ്ത മനുഷ്യരാ, നല്ല കർമ്മങ്ങൾ ചെയ്ത മനുഷ്യരാ, ഉലൈക അസ്ഹാബുൽ ജന്ന, അവർ സ്വർഗ്ഗത്തിന്റെ ആൾക്കാരാണ്. അവർ സ്വർഗ്ഗസ്ഥരാണ്, സ്വർഗ്ഗത്തിന്റെ കക്ഷികളാണ്. മാത്രമല്ല ഹും ഫീഹാ ഖാലിദൂൻ, വിശാലമായ സ്വർഗ്ഗലോകത്ത് കാലാകാലം അവർ ജീവിക്കുന്നവരാണ്. സ്വർഗ്ഗലോകത്ത് ശാശ്വതരാണ്. അത് ഈമാനുള്ളവർക്കുള്ള ഏർപ്പാടാണ്. അല്ലാഹുവിന്റെ സ്വർഗ്ഗം ഈമാനുള്ളവർക്ക്. എന്നാ കേട്ടോ, ഈമാനാർക്ക്? ലാ ഈമാന ലിമൻ ലാ ഹയാ ലഹ്. നാണമില്ലാത്തവന്, ചങ്കില്ലാത്തവന് ഈമാനില്ല. നാണമുണ്ടോ, ചങ്കിയുണ്ടോ, ലജ്ജയുണ്ടോ, ഈമാനുണ്ട്. ഈമാനുണ്ടോ, സ്വർഗമുണ്ട്. അല്ലാഹു ഞങ്ങളെ ഹിസാബില്ലാതെ എത്തിച്ചു തരട്ടെ. പ്രിയപ്പെട്ടവരെ, ഒരുപാട് ആൾക്കാർ ദുആ കൊണ്ട് വസിയ്യത്ത് പറഞ്ഞിട്ടുണ്ട്. മരിച്ച വ്യക്തിക്ക് ദ്വാരക്കാൻ വേണ്ടിയിട്ട് ഒരാൾ 100 രൂപ, പിന്നെ മരിച്ച ഭർത്താവിന് വേണ്ടി ദ്വാരക്കാൻ ഒരാൾ 500, പിന്നെ നജാത്ത് ബലക്കാർ 2 കിൻഡൽ അരി, പിന്നെ KM ബലക്കാർ 40 kg ഇറച്ചി. മാഷാ അല്ലാഹ്, അല്ലാഹു തആല അതൊക്കെയും കബൂൽ ചെയ്യട്ടെ. SD ബലക്കാർ 2 കിൻഡൽ അരി, 25 kg ഇറച്ചി. കമ്പനി ബലക്കാർ 5000 രൂപ. MK ബലക്കാർ ആരിക്കാടി 10,000 രൂപ. മാഷാ അല്ലാഹ്, അല്ലാഹു കബൂലാക്കട്ടെ. ആമീൻ ചൊല്ല. അവരുടെ സംഭാവന അല്ലാഹ് സ്വീകരിക്കട്ടെ. അവരുടെ ഉദ്ദേശം മുറാദ് അല്ലാഹ് നിറവേറ്റി കൊടുക്കട്ടെ. അവർക്ക് തക്കതായ പ്രതിഫലം അല്ലാഹു ദുനിയാവിലും ആഖിറത്തിലും ധാരാളം കൊടുക്കട്ടെ. പിന്നെ ബദർ ബലക്കാർ 2 കിൻഡൽ അരി, സിംഗം ബലക്കാർ 2 കിൻഡൽ അരി, മുസാഫിർ ബലക്കാർ 10,000 രൂപ, SB ബലക്കാർ ദ്വാരക്കാൻ 2000 രൂപ, സആദത്ത് ബലക്കാർ 1 കിൻഡൽ അരി, ഒരു ബലക്കാർ 5000 രൂപ, മരിച്ചുപോയ ബാപ്പാന്റെ പേരിൽ ദ്വാരക്കാൻ 500, ഉമ്മാക്കും ബാപ്പാക്കും ദ്വാരക്കാൻ ഒരാൾ 200. ഒരാൾ ദ്വാരക്കാൻ 100 രൂപ. പിന്നെ തടി സുഖപ്പെടാൻ വേണ്ടിയിട്ട് ഒരാൾ ഒന്നിച്ചു ദ്വാരക്കാൻ. ഓരോരുത്തർ സമയം ലേട്ടാണല്ലേ, 12 നിങ്ങളെ ഇരുത്തത്തിന്റെ സ്വാദും ആ ചന്തവും കണ്ടപ്പോ എനിക്ക് ടൈം പോയതേ അറിഞ്ഞില്ല. അള്ളാഹു ഞങ്ങൾ പറഞ്ഞത് ഉപകാരപ്പെടുത്തട്ടെ. അള്ളാഹു ഞങ്ങളെ ഇൽമിനാഫി ആക്കട്ടെ. അള്ളാഹു ഞങ്ങളെ ഇൽമിനാഫി ആക്കട്ടെ. ദ്വാരക്കാൻ വേണ്ടിയിട്ട്, തടി സുഖത്തിന് വേണ്ടിയിട്ട് ദ്വാരക്കാൻ ഒരാൾ 100, പിന്നെ ഒരാൾ ദ്വാരക്കാൻ 100, പിന്നെ മരണപ്പെട്ടു പോയ ഉപ്പാക്ക് ദ്വാരക്കാൻ ഒരാൾ 500, ദ്വാരക്കാൻ ഒരാൾ 100, മരിച്ച വ്യക്തിക്ക് വേണ്ടി ദ്വാരക്കാൻ 200, മരിച്ച പിതാവിന് വേണ്ടി ദ്വാരക്കാൻ 300, മുട്ടുവേദന മാറാൻ വേണ്ടി ദ്വാരക്കാൻ 310, നഴ്സിംഗ് പരീക്ഷയിൽ വിജയിക്കാൻ വേണ്ടിയിട്ട് ഒരാൾ 500, ഒരാൾ ഇൽമ കിട്ടാൻ വേണ്ടിയിട്ട് ദ്വാരക്കാൻ 500, മരിച്ച ആൾക്ക് വേണ്ടി ദ്വാരക്കാൻ 500, മദീന സംഘം ദ്വാരക്കാൻ വേണ്ടിയിട്ട് 2000 രൂപ. മാഷാ അല്ലാഹ്,
സുഖപ്രസവത്തിന് വേണ്ടി അള്ളാഹു എളുപ്പമാക്കി കൊടുക്കട്ടെ. 1100. കാൽവേദന മാറിക്കിട്ടാൻ ഒരാൾ 1000 അള്ളാഹു ശിഫയാക്കട്ടെ. മരണപ്പെട്ട കുഞ്ഞിന് വേണ്ടി ദ്വാരക്കാൻ 200, ദുആ ചെയ്യാൻ 100, ദ്വാരക്കാൻ 300, ദ്വാരക്കാൻ ഒരാൾ 200. ഷീരണി ഇരുന്ന സ്ഥലത്തേക്ക് തന്നെ കൊണ്ടുവരും. ആരും എണിച്ചിട്ടുണ്ട, ചെറിയോറ് വലിയോറ് ഇൻഷാ അല്ലാഹ് നിങ്ങളൊക്കെ തന്നെ വരും. ആരും അപ്പുറം പോണ്ട. എല്ലാവരും അള്ളാഹു തആല ആ ഷീരണിയിൽ ബർക്കത്ത് ചെയ്യട്ടെ ഇൻഷാ അല്ലാഹ്. പിന്നെ ഉദ്ദേശം പൂർത്തിയായി കിട്ടാൻ വേണ്ടിയിട്ട് ദ്വാരക്കാൻ ഒരാൾ 500. പിന്നെ ഗൾഫിലുള്ള ഒരാള് മകന് പിന്നെ ലൈസൻസ് മറ്റു ശരിയായി കിട്ടാൻ വേണ്ടിയിട്ട്, അതുപോലെ തന്നെ കല്യാണം കാര്യങ്ങളെല്ലാം അള്ളാഹു എളുപ്പമാക്കി കൊടുക്കട്ടെ. ദ്വാരക്കാൻ വേണ്ടിയിട്ട് 313 രൂപ. ഒരാൾ ദ്വാരക്കാൻ ഒരു 500. കച്ചവടം തുടങ്ങിയിട്ടുണ്ട്. അള്ളാഹു ബർക്കത്താക്കാനും സന്തോഷിപ്പിക്കാനും. കുട്ടിയുടെ രോഗം സുഖപ്പെടാൻ ഒരാൾ 500. അള്ളാഹു പൂർണ്ണ ശിഫ നൽകട്ടെ. പിന്നെ ഒരാൾ ദ്വാരക്കാൻ 100. ഇനി നേരത്തെ തങ്ങളെ കയ്യിൽ കൊടുത്തോറും ബക്കറ്റ് ഇട്ടോറും ഇത് ഈ പറഞ്ഞ ലിസ്റ്റ് തരാത്തോറും അങ്ങനെ കുറെ ആളുണ്ട്. ഞങ്ങളെ സെക്രട്ടറി ഖജാൻജി കമ്മിറ്റി നേതാക്കന്മാരോടെല്ലാം പറഞ്ഞിട്ട് എഴുതിച്ചോറെല്ലാം ഉണ്ട്. അതാര് അവരെ ഉദ്ദേശം എന്തെന്നെല്ലാം മേലായ റബ്ബിനറിയാം. പടച്ചതമ്പുരാനായ ഈ മാസത്തിന്റെ ബർക്കത്തുകൊണ്ട്, ഈ രാത്രിയുടെ ബർക്കത്തുകൊണ്ട്, അവരുടെ സദക്കാന്റെ ബർക്കത്തുകൊണ്ട്, ഈ മുഅ്മിനീങ്ങളെ മുബാറക്കായ മജ്ലിസിന്റെ ബർക്കത്തുകൊണ്ട് അവരുടെ മുറാദുകളെ ഹാസിലാക്കണേ അല്ലാഹ്. അവരുടെ ഉദ്ദേശങ്ങളെ നിറവേറ്റി കൊടുക്കണേ അല്ലാഹ്. അവരുടെ കാര്യങ്ങളിൽ നീ ഖൈർ നൽകണേ അല്ലാഹ്. അവരുടെ പരീക്ഷകളിൽ നീ വിജയിപ്പിക്കണേ അല്ലാഹ്. അവരുടെ രോഗങ്ങളെ നീ സുഖപ്പെടുത്തണേ അല്ലാഹ്. അവരുടെ കച്ചവടങ്ങളിൽ ബർക്കത്ത് ചെയ്യണേ അല്ലാഹ്. അവരെന്ന് മരണപ്പെട്ടു പോയവരുടെ ആഖിറം സലാമത്താക്കണേ അല്ലാഹ്. അവരിലേക്കും അതിന്റെ കൂലി എത്തിക്കണേ അല്ലാഹ്. അതെ ഇൻഷാ അല്ലാഹ്. ദുആ എല്ലാം കഴിഞ്ഞ് ഇൻഷാ അല്ലാഹ് സന്തോഷത്തോടെ പിരിയാ. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. കൂടുതലൊന്നുമില്ല, ഒരു 2 ഇളനീരുണ്ട്, ഒന്ന് വേഗം വിളിച്ചടിക്കും. ബിസ്മില്ല വിളിക്കും ബിസ്മില്ല. 100 രൂപ ഒന്ന്, 100 രൂപ ഒന്ന്, 101, 102, 103. ഇതാ ബിസ്മില്ല. വിളിക്ക് യാ അല്ലാഹ്. ഇളനീർ ബജാറിൽ തന്നെ ഉണ്ട് 50-60 രൂപ. ഇതേതായാലും ഒരു മജ്ലിസിന് വിളിക്കുന്നതല്ലേ, ഒരു ബർക്കത്ത് കൂടുതൽ. മാത്രമല്ല നിങ്ങൾ കൊടുത്ത പൈസ 1 രൂപ അപ്പുറം ആകുന്നില്ല. അത് അള്ളാന്റെ ദീനിന്, അള്ളാന്റെ പള്ളിക്ക് നല്ലൊരു പൈസക്ക് വിളിക്കുക. അല്ലാഹു തന്നതിലും ബാക്കി വെച്ചതിലും ബർക്കത്ത് ചെയ്യട്ടെ. വിളിക്ക് ബിസ്മില്ല. 100 രൂപ ഒന്ന്, 101, 102, 100. ഇനി അടുത്തത് നമ്മളെ ഖബർസ്ഥാനിൽ നാളെ നമ്മൾ കിടക്കേണ്ട ജാഗ. ഇന്നിപ്പോൾ പറയേണ്ട എല്ലാം ഉണ്ട്. ഏത് പറയണ്ടെങ്കിലും, എത്ര വില പറയണ്ടെങ്കിലും, എത്ര പറയണ്ടെങ്കിലും നാളെ അതിനെല്ലാം വിട്ടിട്ട് ഞമ്മ പോയിട്ട് കിടക്കേണ്ട ഒരു പറയുണ്ട് അല്ലേ. നാളെ കിടക്കുന്ന ഖബറാണ്, ദുൽമത്തേറിയ ഖബറാണ്, റഹ്മത്തേകണം മന്നാന് മുഅ്ജിസാത്തി റസൂലില്ല. നാളെ ഞാനും നിങ്ങളും കിടക്കേണ്ട വീട് മണ്ണറയാകുന്ന വീട്. അത് മണിയറയാകണോ, അത് സ്വർഗത്തിന്റെ തോപ്പാകണോ? അതിന് ഏറ്റവും നല്ല അമലായ എളുപ്പവഴി അള്ളാന്റെ വഴിയിൽ സദഖ കൊടുക്കലാണ്. അള്ള തന്നത് അള്ളാഹ്ക്ക് വേണ്ടി നീക്കി വെക്കലാണ്. പാവപ്പെട്ടവരെ സഹായിക്കലാണ്. ഇതുപോലെയുള്ള നല്ല കാര്യങ്ങൾക്ക് കൊടുക്കലാണ്. അള്ളാഹു ഞങ്ങൾ കൊടുത്ത സദഖാനെ കബൂലാക്കട്ടെ ഇൻഷാ അല്ലാഹ്. നമ്മളാ ഖബർസ്ഥാനിലേക്ക് അതിനൊരു കമ്പൗണ്ട് എല്ലാം കിട്ടണോ എന്ന് വിചാരിച്ച്. അല്ലെങ്കിൽ ഖബർസ്ഥാൻ എന്നല്ല, ഏതോ ജാഗ ആണെങ്കിലും തുറന്നു വെക്കാൻ പാടില്ല. ഇപ്പം ഖബർസ്ഥാനാകുമ്പോൾ പ്രത്യേകിച്ചു ഞങ്ങളെ ഉമ്മ കിടക്കുന്ന സ്ഥലം, ഞങ്ങളെ വാപ്പ, ഞങ്ങളെ കിടാവ്. നാളെ ഞാനും അള്ളാഹു ഞങ്ങളെ ഖബർ വിശാലമാക്കട്ടെ. അവിടെ കണ്ടവരെല്ലാം ചവിട്ടി പോകുന്ന ഒരു കോലം, കണ്ട ആടും പോത്തെല്ലാം വന്നിട്ട് കാഷ്ടിക്കുകയും മുദ്രിക്കുകയും ചവിട്ടി നടക്കുകയും ചെയ്യുന്ന ഒരു കോലം. അത് പാടില്ല. അപ്പൊ ആ ഖബർസ്ഥാൻ ഒരു കമ്പൗണ്ട് പോകണോ ഞങ്ങളെ കമ്മിറ്റിക്കാർ തീരുമാനിച്ചിന്. അപ്പൊ അതിന് കുറച്ച് കല്ല് വേണോ, കുറച്ച് സിമെന്റ് മണല് വേണോ, പിന്നെ അതിന് കുറച്ച് കൂലി. പൊയ്യ വേണ്ട മാഷാ അല്ലാഹ്. പൊയ്യക്കാണ് സത്യത്തിൽ പൊന്നിന്റെ വില. അള്ളാഹു നിങ്ങൾക്ക് ധാരാളം പൊന്ന് തന്നിനെ. അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. ആമീൻ ചൊല്ല്. അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. അപ്പൊ കുറച്ച് കല്ല് വേണോ, പിന്നെ അതിന് കുറച്ച് സിമെന്റ് വേണോ, പിന്നെ അതിന് കെട്ടിയോന് കൂലി വേണോ. അപ്പൊ അതിനൊന്ന് ചന്താക്കണം. ഖബർസ്ഥാന്റെ ആ ചുറ്റുവളപ്പൊന്ന് മട്ടം പോലെ കെട്ടിയിട്ട് റാഹത്താക്കണം. അള്ളാഹു താല ഞങ്ങൾ ഉദ്ദേശിക്കുന്ന സ്വതക്കാന്റെ ബർക്കത്തുകൊണ്ട് ഞങ്ങളെ പ്രയാസങ്ങൾ, രോഗങ്ങൾ അള്ളാഹു മരുന്നില്ലാതെ ശിഫിയാക്കി തരട്ടെ. ആമീൻ ചൊല്ല്. അള്ളാഹു ശിഫിയാക്കി തരട്ടെ. ഞങ്ങളെ കടങ്ങളുണ്ട് ഒരുപാട്, കൊടുക്കാനുള്ളവരുണ്ടോ കിട്ടാനുള്ളവരുണ്ട്. അള്ളാഹു ഞങ്ങൾ കൊടുത്ത സ്വതക്കാന്റെ ബർക്കത്ത് കൊണ്ടും മുഅ്മിനീങ്ങളെ മജ്ലിസിന്റെ ബർക്കത്ത് കൊണ്ട് കൊടുക്കാനുള്ള കടങ്ങൾക്കും കിട്ടാനുള്ള കടങ്ങൾക്കും അള്ളാഹു ഹലാലായ വഴിയും അതിനുള്ള മാർഗവും മനസ്സും അള്ളാഹു എളുപ്പത്തിൽ തുറന്നു തരട്ടെ. സ്വന്തമായിട്ട് പറയും കാര്യമില്ലാത്ത കുറെ ആളുണ്ട്. അള്ളാഹു ഹൈറായ വീട് നൽകി അനുഗ്രഹിക്കട്ടെ. അള്ളാഹു ഹൈറായ വീട് നൽകി അനുഗ്രഹിക്കട്ടെ. അള്ളാഹു മക്കളെല്ലാം സന്തോഷത്തിന്റെ വഴിയിലേക്ക് എത്തിക്കട്ടെ.
മാഷാ അല്ലാഹ്, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. പടച്ചോനെ നീ കബൂലാക്കണേ അല്ലാഹ്. സത്താർ അഷ്റഫ് എന്ന് പറയുന്ന രണ്ട് സഹോദരന്മാർ കൂടിയിട്ട് ഒരു ലോഡുകല്ല. പടച്ചോനെ നീ കബൂലാക്കണേ അല്ലാഹ്. അവരുടെ മുറാദ് ഹസിലാക്കണേ അല്ലാഹ്. അവരുടെ ജോലി ബിസിനസ്സിൽ ബർക്കത്ത് ചെയ്യല്ലാ. അവരുടെ ദുനിയാവിലുള്ള ഉദ്ദേശങ്ങൾ നിറവേറ്റി കൊടുക്കണേ അല്ലാഹ്. മരിച്ചുപോയ കുടുംബക്കാരുടെ ഖബർ നീ വിശാലമാക്കല്ലാ. അഷ്റഫ് അതുപോലെ തന്നെ ആ രണ്ടുപേരിൽ നിന്ന് മരണപ്പെട്ടു പോയ പലരുണ്ട്. അവരുടെ ഖബറിലേക്ക് നീ ആ സദഖാന്റെ കൂലി എത്തിച്ചു കൊടുക്കണേ അല്ലാഹ്. അവർക്ക് നീ അഷ്റഫിനും കുടുംബത്തിനും അതുപോലെ തന്നെ സത്താറിനും കുടുംബത്തിനും ആരോഗ്യമുള്ള ദീർഘായുസ് നൽകണേ അല്ലാഹ്. അഷ്റഫ് 10 ചാക്ക് സിമന്റ് പടച്ചോനെ നീ കബൂലാക്കണേ അല്ലാഹ്. നീ സ്വീകരിക്കണേ അല്ലാഹ്. ധാരാളം നിന്റെ ഖജനാവിൽ നിന്ന് കൊടുക്കണേ അല്ലാഹ്. അഷ്റഫിന്റെ മുറാദ് ഹസിലാക്കണേ അല്ലാഹ്. ആ കുടുംബത്തിന് ബർക്കത്ത് ചെയ്യണേ അല്ലാഹ്. മാഷാ അല്ലാഹ്, നമ്മളെ പ്രസിഡന്റിന്റെ അഞ്ചന്റെ മോന് അനീസ് മുത്താപ്പ ഹോസ്പിറ്റലുണ്ട്, പ്രത്യേകം ദ്വാരക്കണോ വേറെ എല്ലാത്തിനും ദ്വാരക്കണോ എന്ന് പറഞ്ഞിട്ട് അനീസ് 10 ചാക്ക് സിമന്റ് പടച്ചോനെ നീ കബൂലാക്കണേ അല്ലാഹ്. അനീസിന്റെ സംഭാവന സ്വീകരിക്കണേ അല്ലാഹ്. മുത്താപ്പാന്റെയും അതുപോലെ തന്നെ കുടുംബത്തിലുള്ള എല്ലാവരുടെയും രോഗങ്ങൾ പ്രയാസങ്ങൾ നീ ശിഫയാക്കി കൊടുക്കണേ അല്ലാഹ്. അദ്ദേഹത്തിന്റെ ജോലി ബിസിനസ്സിൽ ബർക്കത്ത് ചെയ്യല്ലാഹ്. റസാഖ് 5 ചാക്ക് സിമന്റ്. മരിച്ചുപോയ ഉപ്പാക്ക് ദ്വാരക്കാൻ ഷുക്കൂർ 10 ചാക്ക് സിമന്റ്. മരിച്ചുപോയ ഉമ്മാന്റെ വാപ്പാന്റെ പേരിൽ ദ്വാരക്കാൻ 5 ചാക്ക്. ആരുടെ പേരുണ്ട്? ഇബ്രാഹിം സാഹിബ്, ഷുക്കൂർ സാഹിബ്, അൻസാർ നിങ്ങല്ലേ, നിസാർ നിങ്ങല്ലേ? ഞാൻ ഇങ്ങനെ തന്നെ ആട്ടെ, നിങ്ങൾ തിരിക്കുമല്ലോ. പിന്നെ നിസാർ 5 ചാക്ക്. പിന്നെ അയാൾ പോയ ഫസ്റ്റ് ഷുക്കൂർ സാഹിബ് 10 ചാക്ക്. പിന്നെ ഫസ്റ്റ് ചെയ്യല്ലേ, ഫസ്റ്റ് ചെയ്യല്ലേ നിങ്ങളിൽ ഒരാൾ. റസാഖ് സാഹിബ് എത്ര 5. പിന്നെ ഷംസീർ 5 ചാക്ക്. പടച്ചോനെ ഞാൻ ഈ പറയപ്പെട്ടവർ അവരുടെ പേര് നിനക്കറിയാം, അവരുടെ ഊര് നാട് നിനക്കറിയാം, അവരുടെ മുറാദുകൾ നിനക്കറിയാം റബ്ബ്. അവരുടെ സംഭാവന നീ സ്വീകരിക്കണേ അല്ലാഹ്. എല്ലാ മുഅ്മിനീങ്ങളും കിടക്കുന്ന ഖബർസ്ഥാനം ഭംഗിയാക്കാൻ വേണ്ടിയിട്ട് നല്ലോണം സദഖ ചെയ്ത ഈ മനുഷ്യരുടെ ഈ കുടുംബക്കാരുടെ ഖബർ നീ സ്വർഗത്തിന്റെ പൂങ്കാവനമാക്കണേ അല്ലാഹ്. വിശാലമാക്കണേ അല്ലാഹ്. അവരുടെ മുറാദ് ഹസിലാക്കണേ അല്ലാഹ്. മരണപ്പെട്ടു പോയവർക്ക് അതിന്റെ കൂലി എത്തിച്ചു കൊടുക്കണേ അല്ലാഹ്. മരിച്ചുപോയ ഉപ്പാന്റെ പേരിൽ ദ്വാരക്കാൻ അനീഫ് 5 ചാക്ക് സിമന്റ്. പെണ്ണുങ്ങളെ ഭാഗത്ത് നമ്മളെ മദ്രസന്റെ കിടാക്കളോ മറ്റോ ഉണ്ടാവും. അപ്പൊ നിങ്ങൾ ഉണ്ടെങ്കിൽ ഒന്ന് ഇതാക്കി ഇൻഷാ അല്ലാഹ്. ഞാൻ നിർത്തുന്നു. ഇതിന് ബാക്കി ഉസ്താദ് നോക്കിക്കോളൂ. സമയമായി, മണി 12. നമുക്ക് നാളെയും പരിപാടിയുണ്ട്. ആരെ എത്ര? ഇബ്രാഹിം സാഹിബ് മാഷാ അല്ലാഹ്, ഞങ്ങളെ കമ്മിറ്റിയുടെ പ്രധാന രംഗം. എത്ര? 5 ചാക്ക് സിമന്റ്. പടച്ചോനെ നീ കബൂലാക്കണേ അല്ലാഹ്. സ്വീകരിക്കണേ അല്ലാഹ്. നീ കബൂലാക്കണേ. ഇനി വേറെ ആരും ഉണ്ടെങ്കിൽ പറഞ്ഞോളൂ, ലേട്ടാക്കണ്ട. സിമെന്റ് അതുപോലെ തന്നെ കല്ല് അതുപോലെ തന്നെ കുറച്ച് കൂലിയെല്ലാം ആണോ ഇതിന് വേണ്ടിയ പോലെ അത് കുറെ അതിനായിക്കോളൂ. ഏതായാലും കുറച്ച് വാഗ്ദാനങ്ങൾ ചെയ്തെങ്കിൽ അതെല്ലാം നല്ല റാഹത്തിലാവും. അല്ലാഹു കബൂലാക്കട്ടെ, സ്വീകരിക്കട്ടെ. മുഹമ്മദ് കുഞ്ഞ് 5 ചാക്ക് സിമന്റ് പടച്ചോനെ മുറാദ് ഹാസിലാക്കണം തമ്പുരാനെ. നീ സ്വീകരിക്കണം തമ്പുരാനെ. മുഹമ്മദ് സാഹിബിനും കുടുംബത്തിനും നീ ഖൈറായിട്ട് കൊടുക്കണം തമ്പുരാനെ. എന്നാരുണ്ട്? വേം പറഞ്ഞോളി. ഷീരണി ഇരുന്നിട്ടൊക്കെ തന്നെ വരുന്നുണ്ട് ഞങ്ങളെ ബാല്യക്കാർ. മാഷാ അല്ലാഹു അവർക്കൊക്കെ ആഫിയത്ത് ഏറ്റു കൊടുക്കട്ടെ. അവരുടെ സേവനം അല്ലാഹു കബൂൽ ചെയ്യട്ടെ. ഞങ്ങളെ യുവാക്കളുടെ ഈ അധ്വാനം അല്ലാഹു സ്വീകരിക്കട്ടെ. അല്ലാഹു അവരുടെ മുറാദ് ഹാസിലാക്കി കൊടുക്കട്ടെ. എല്ലാവർക്കും ഒരാളെയും പെട്ടിട്ടുണ്ടാ തൃപ്തിവായിട്ട് കൊടുത്തോണ്ട് പോയി. അല്ലാഹു ഞങ്ങളെ ബാല്യക്കാർക്ക് ഖൈർ നൽകട്ടെ. ഞങ്ങളെ യുവാക്കൾക്ക് അല്ലാഹു സന്തോഷം പ്രദാനം ചെയ്യട്ടെ. അവരുടെ സേവനം അല്ലാഹു സ്വീകരിക്കട്ടെ. അൽസൂറ ക്ലബ്ബ് മാഷാ അല്ലാഹ്